ദി ഓൾഡ് ആൻഡ് ദ ന്യൂ വൈൻ. പഴയതും പുതിയതുമായ വീഞ്ഞ്. പഴയതും പുതിയതുമായ വീഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാനാവിലെ കല്യാണത്തിലേക്ക് തന്നെയാണ് തിരിച്ചു നോക്കുന്നത്. അവിടെ ആദ്യമേ പഴയ വീഞ്ഞ് കൊടുത്തത്. പഴയ വീഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ യേശുക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് വെള്ളത്തിനെ വീഞ്ഞാക്കിയത് പുതിയ വീഞ്ഞാണ്. അപ്പോൾ ഇതിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ വീഞ്ഞിനെക്കുറിച്ചും പുതിയ വീഞ്ഞിനെക്കുറിച്ചും ഓരോ അർത്ഥങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പഴയ വീഞ്ഞ്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ല, കർത്താവിൻ്റെ വചനമാണ്. അത് കാരണം പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചാൽ പഴയത് ഒളിഞ്ഞു പോകും. The old wineskin is brittle, stretched to the limit and burst under pressure. അതായത് പഴയ തുരുത്തി അത് ഉപയോഗിച്ച് അതങ്ങ് ബ്രിട്ടിൽ, അതായത് ഹാർഡായിപ്പോയി. അതിനൊരു മയമില്ല. അതിന് ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഇനി ഇച്ചിരി കൂടെ പ്രഷർ കൊടുത്താൽ അത് പൊട്ടിപ്പോകും. മനസ്സിലായി? അതാണ് പഴയ തുരുത്തിയെ കൊണ്ട്. അപ്പം ഈ ടയറിങ് ഓഫ് ദ വൈൻ സ്കിൻ എന്ന് പറയുന്നത് ദ സിഗ്നിഫൈസ് ദ ഫെയിലിയർ ഓഫ് ദി ഓൾഡ് ട്രഡീഷൻ ടു അഡാപ്റ്റ് ടു ദ ന്യൂ സ്പിരിച്വൽ ട്രൂത്ത്സ്. അതായത് വേദപുസ്തകത്തിലെ സത്യങ്ങളെ എബ്രായലേഖനം നമ്മൾ വായിക്കും മനസ്സിലായി ഘട്ടം ഘട്ടമായിട്ടും ഓരോ സമയത്ത് ഡിസ്പെൻസേഷൻ എന്ന് പറയും. ഓരോ സമയത്ത് ദൈവം തൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദത്തിനും അവയ്ക്കും പാപം ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് അവർ പഠിക്കാൻ തുടങ്ങുകയാണ് എങ്ങനെ ഇത് ജീവിക്കണമെന്ന്. ഇപ്പം നമ്മൾ ഈ കാലയളവിലായപ്പോഴത്തേക്ക് ഒത്തിരി റെവലേഷൻസ് അല്ലെങ്കിൽ വെളിപ്പാടുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം അറിയണമെങ്കിലും ഈ പഴയ വൈൻ സ്കിൻ കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, അതായത് എൻ്റെ പിതാക്കന്മാർ വലിയപ്പച്ചന്മാർ അങ്ങനെയാണ്, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേ കഴിക്കത്തുള്ളായിരുന്നു, ഉച്ചയ്ക്ക് ഇത് കഴിക്കും, വൈകിട്ട് അങ്ങനെയൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വി ആർ ഡിഫറെൻറ്റ്, നമ്മുടെ കൾച്ചർ മാറുന്നത് കുറച്ചൊക്കെ എന്നും പറഞ്ഞ് മുഴുവൻ മറക്കുന്നല്ല. ചില സാഹചര്യങ്ങളിൽ പഴയ സ്വഭാവം കൊണ്ട് നടന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സോ ചേഞ്ച് ഹാസ് to happen. Even the revelations of God, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പോലും കാലക്രമേണയാണ് നമുക്കുണ്ടാകുന്നത്. ഒരു 10 വയസ്സിലുള്ള അറിവല്ല 20 വയസ്സിൽ, അങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് കയറുകയാണ്. നമ്മൾ ഓരോ പ്രായം ചെല്ലുമ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കും. അപ്പോൾ ദ ടയറിങ് ഓഫ് ദ വൈൻ സ്കിൻ അല്ലെങ്കിൽ പഴയ തുരുത്തി പൊളിഞ്ഞു പോവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഴയ ഓൾഡ് ട്രഡീഷൻസ്, പഴയ സമ്പ്രദായങ്ങളും ചില പിന്നെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സമുദായപരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, മാറാൻ കാലമായി. എന്നാൽ എല്ലാം മാറണമെന്ന് ദൈവം പറയുന്നില്ല. ബട്ട് ദ സൊല്യൂഷൻ ഈസ് ജീസസ് ഈസ് ടീച്ചിങ് ഈസ് ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് ബി സ്പിരിച്വലി ബോൺ അഗെയിൻ. അതായത് നമ്മൾ വീണ്ടും ജനിക്കേണ്ടിവരാണെന്ന് ദൈവം പറയുന്നു. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ന്യൂ വൈൻ സ്കിൻ കേപ്പബിൾ ഓഫ് റിസീവിങ് ന്യൂ ലൈഫ് ദാറ്റ് ഹീ ഓഫേഴ്സ്. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തു വന്ന് ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും ഏറ്റെടുത്ത് കഴിയുമ്പോൾ പഴയ തുരുത്തി കൊണ്ടിരുന്നാൽ അതിനകത്തൊഴിച്ചാൽ ഇത് പൊട്ടിപ്പോകും. അതിന് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം നല്ല നിഷ്ഠയിൽ ജീവിക്കുക, കള്ളൊന്നും കുടിക്കത്തില്ല, നല്ല ഭക്ഷണം. പെട്ടെന്ന് നമുക്കൊരു അസുഖം വരിക, ഒരു ക്യാൻസറാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് വരിക, കിഡ്നിക്ക് പ്രോബ്ലം, എന്തെങ്കിലും അസുഖം വരും. അസുഖം വരുന്ന ഉടനെ നമ്മൾ വിചാരിക്കുകയോ നമ്മുടെ ഭക്ഷണ രീതി ഇതുവരെയും ഉള്ളതിൻ്റെ കുറവാണോ അതോ ഇനിയും. പക്ഷെ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ ഒരു മരുന്ന് തരും, നമ്മുടെ രീതികൾ മാറ്റും. ഭക്ഷണ രീതി എന്തിനാണ് മാറ്റുന്നത്? ബിക്കോസ് ദ സിറ്റുവേഷൻ നീഡ് ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ സൃഷ്ടിയാക്കിയ നമ്മളിൽ പഴയ തുരുത്തിയിലൊഴിക്കുന്ന വീഞ്ഞല്ല ഇപ്പോൾ ഒഴിക്കുന്നത്, പുതിയ തുരുത്തിയിലുള്ള. പുതിയ തുരുത്തി എന്ന് പറയുമ്പം ക്രിസ്തു വന്നു കഴിഞ്ഞിട്ടുള്ള പഠിപ്പീരിന് അല്പവ്യത്യാസമുണ്ട്. ഫണ്ടമെൻ്റലി ദേ ആർ സെയിം ആണെങ്കിലും ദർ ഈസ് ഡിഫറൻസ് ഇൻ ആപ്ലിക്കേഷൻ. ദ മെറ്റഫർ ഈസ് എ
call, the metaphor is a call for believers to be open to transformation and renewal rather than clinging on to the old rigid ways. പഴയ നിയമത്തിലെ കാഠിന്യമായ, അതായത് കണ്ണിന് പറഞ്ഞ ചെവിക്ക് ചെവി, പിതാവ് എപ്പോഴും സ്നേഹമുള്ള ദൈവമാണ്, പക്ഷെ ചിത്രീകരിച്ചിരിക്കുന്നത് കഠിനമുള്ള ദൈവം. ആ ദൈവത്തെക്കുറിച്ച് അല്ല ദൈവം പുതിയ നിയമത്തിൽ പുത്രൻ്റെ കൃപയുടെ യുഗമാണ്. ആ കൃപായുഗത്തിൽ പുതിയ വീഞ്ഞ് തുരുത്തി ഉണ്ടായേ പറ്റൂ. അപ്പം നമ്മൾ തുരുത്തികളെക്കുറിച്ചും വീഞ്ഞിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പം ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ മെനി വേസ്. അപ്പോൾ ഇൻ ദ ബൈബിൾ ന്യൂ വൈൻ റിപ്രസെൻറ്റ്സ് ന്യൂ ലൈഫ്, joy and transformative teaching of Jesus and the new covenant. പുതിയ നിയമത്തിൽ പുതിയ വീഞ്ഞിൻ്റെ തുരുത്തി എന്ന് പറയുന്നത് ഒരു ക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് ഒരു പുതിയ ജീവിതം നയിക്കുന്ന നമ്മൾ, ഒരു പുതിയ ഉടമ്പടിയാണ് നമുക്കെന്നത്. അപ്പോൾ പുതിയ ഉടമ്പടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയ ഉടമ്പടി നമുക്ക് ദൈവം തന്നിരിക്കുക. എത്ര പേർ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, അത് അവനവൻ തീരുമാനം എടുക്കണം. അപ്പോൾ ന്യൂ വൈൻ ന്യൂ കവനൻ്റാണ്. ഹോളി സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവിന് ശക്തി തരുന്നത്. അവിടെ സ്പിരിച്വൽ റിന്യൂവൽ എല്ലാ ദിവസവും നമുക്ക് ദൈവം ക്രിസ്തുവിൽ കൂടെ തരുന്നു. ദിസ് റിക്വയേഴ്സ് ന്യൂ വൈൻ സ്കിൻ. ഇതിന് പുതിയ തുരുത്തി ആവശ്യമുണ്ട്. അപ്പോൾ ബൈബിളിൽ പഴയ തുരുത്തി എന്ന് ഒരു പ്രാവശ്യമേ പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. എന്നാൽ ദ ബൈബിൾ റെഫേഴ്സ് ഓൾഡ് വൈൻ ഓൺലി വൺസ്. In Jesus' metaphor, he often refers to new wine as a symbol of God's abundance and blessing in the Old Testament. അതായത് പുതിയ വൈനെന്ന് പറയുന്നത് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹ ജീവിതത്തെയാണ്. ഇപ്പം നമ്മൾ വൈൻ കുടിക്കാമെന്ന്, വൈനെക്കുറിച്ചല്ല ഇവിടെ, മെറ്റഫറാണിത്. വൈന് പുതിയ ജീവിതം, പുതിയ ആത്മാവിൽ നമ്മൾ പുതിയ തുരുത്തിയിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അത് അതുകൊണ്ടാണ് പഴയ ശരീരത്തിന്, ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയറിൽ ഒരു വലിയ ചേർച്ചുണ്ട്. നമ്മളന്നേരം ഒത്തിരി പ്രയാസത്തിൽ കൂടെ പോകുന്നൊരു സമയം. ഞാൻ താമസിച്ച ന്യൂയോർക്കിൻ്റെ നടുക്കായിരുന്നു, അന്ന് മോൾക്ക് അവിടെയായിരുന്നു ജോലി. ഞാൻ അവിടെ താമസിച്ച് കുറച്ച് നാളെ അവിടെ താമസിച്ചിട്ടുള്ളൂ. അവിടെ താമസിക്കുമ്പോൾ ഈ പള്ളിയിലോട്ട് ഞാൻ ഓടിപ്പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പം അന്ന് അവിടുത്തെ ആ പാസ്റ്റർ വിളിച്ച് പറയുന്ന ഒരു ദൂത് ഇതാണ് ഞാൻ കേട്ടത്: പഴയ തുരുത്തിയിൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കത്തില്ല, പഴയതിനെ ഡിസ്ട്രോയ് ചെയ്യണം, ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം. അപ്പോൾ അതായിരുന്നു എനിക്ക് ആൻസർ. കാരണം നമ്മൾ നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു വ്യത്യസ്തമായ നല്ല വ്യക്തിയായി മാറണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് മനസ്സിലാകും. അതാണ് പാപബോധം വരും, അല്ലെ നീതിബോധം വരികയാണ്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ പഴയതിനകത്ത് എങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കണം. പക്ഷേ അന്നേരം എനിക്ക് കേൾക്കേണ്ട ദൂത് ഇതായിരുന്നു: പഴയതിനെ മുഴുവനായിട്ടും ഉടച്ചു കളയും, പഴയ തുരുത്തി ഇല്ല, ഇനി പഴയ തുരുത്തി മാറി നീ പുതിയ. അന്നാണ് ഓൾട്ടർ കോൾ എടുക്കുന്നത്. ഞാൻ ഓൾട്ടർ കോൾ വിളിച്ചപ്പോൾ ഞാനും മുൻപിൽ ഓടിപ്പോയി. കാരണം ദൈവത്തിൻ്റെ വിളിയുടെ ആഴം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി പുതിയ ആത്മാവിലേക്ക് കയറും. നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് ആവശ്യമുള്ള ദൂതുകൾ പല സ്ഥലങ്ങളിൽ കൂടെ തരുമ്പം നമ്മുടെ അന്തരാത്മാവ് സംസാരിക്കുമ്പോൾ അത് ഉത്തരമാണ്. അത് ആര് എപ്പോൾ കൊണ്ടുപോയി എങ്ങനെ പ്രവർത്തിക്കും ദൈവത്തിനെ അറിയത്തുള്ളൂ. നമുക്കൊരു ഈ ചട്ടക്കൂട്ടിനകത്തെ മാത്രമേ ഉള്ളെന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഗുണമുണ്ട്. പക്ഷേ അതുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് ആ ചെയിൻ ബ്രേക്ക് ചെയ്തു ആ ഒരു ചെറിയ കൂടാരത്തിനകത്ത് വസിക്കുന്നതിന് പകരം, അല്ലെ ജയിലെന്ന് പറയാം, ആ ജയിലിൽ നിന്ന് നമ്മളെ വിടുതലാക്കി പുതിയ സ്വാതന്ത്ര്യ ജീവിതം തന്നില്ല. അതുകൊണ്ടാണ് ഒരുത്താവ് പറയുന്നത്, when you know the truth will set you free. നീ സത്യം അറിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. അപ്പം ഈ പഴയ വീഞ്ഞ് മാത്രം കുടിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അതാണ് നമ്മൾ കല്യാണത്തിന് നിന്നിട്ട് വീഞ്ഞ് തീർന്നു, നേരത്തെ നേരത്തെ ഭക്ഷണം കഴിച്ചവർ ഇറങ്ങി അങ്ങ് പോയി. അവർ പിന്നെ കല്യാണം, ചെറുക്കനും പെണ്ണും അവിടെ ഇരിക്കുന്നത്, അവർ ഫോട്ടോ എടുക്കുന്നോ, അവർ ഡാൻസ് ഒന്നും കാണുന്നില്ല, അവർ ഓടിപ്പോയി. കാരണം പഴയ വീഞ്ഞ്. എന്നാൽ പഴയ വീഞ്ഞ് കുടിച്ചേച്ച് പുതിയ വീഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരവിടെ കാത്തിരിക്കുക, അവർക്ക് ക്ഷമയുള്ളവരാണ്. എന്നാൽ പുതിയ വീഞ്ഞ് മാത്രം കുടിക്കുന്നവരുമുണ്ട്. അതായത് പുതുതായിട്ടുള്ള തലമുറ, അവർക്ക് പഴയതുമായിട്ടൊന്നും വേണ്ട. അതും കറക്റ്റല്ല. അവർ പറയും നമ്മളാണ് എല്ലാം അറിയാവുന്നത്, ആ പുതിയ വീഞ്ഞ് മാത്രം മതി. ആ പുതിയ വീഞ്ഞ് മാത്രം കുടിക്കുന്നവർക്ക് ഒരു ദൂഷ്യമുണ്ട്: ആ പഴയ തലമുറകളുടെ ആ സ്റ്റെബിലിറ്റി, ടെനാസിറ്റി, ആ ക്യാരക്ടർ ഇല്ല.
പുതിയ തലമുറ പുതിയ വീഞ്ഞ് കുടിക്കുന്നവർ പഴയ തലമുറകളിൽ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കുടുംബത്തെ അവർ നിർത്തി പോയത് എന്ന് ഉള്ള സത്യം മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പുതിയ വീഞ്ഞ് മാത്രം കുടിക്കുന്നവൻ വിവാഹ ജീവിതത്തിൽ കയറുമ്പോൾ പഴയ തലമുറകളുടെ നന്മകൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് നിലനിൽക്കത്തില്ല, പെട്ടെന്ന് ഡിവോഴ്സായി മാറിപ്പോകും. അപ്പോൾ പഴയതും വേണം, അപ്പോൾ പുതിയതും വേണം. അപ്പം വീഞ്ഞിനെക്കുറിച്ച് പറയുമ്പം 4 തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് പഴയ വീഞ്ഞ് മാത്രം കുടിച്ച് നിൽക്കുന്നവർ പഴയതിന് മാത്രം നിൽക്കുകയാണ്, എനിക്കിനി പുതിയതൊന്നും വേണ്ട, അങ്ങനത്തെ ആളുകളില്ലേ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പഴയ വീഞ്ഞ് കുടിച്ച് പക്ഷേ അവരവിടുന്ന് മാറിയില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. കല്യാണത്തിൻ്റെ എല്ലാ ഫംഗ്ഷനും ഇനിയും കിടക്കുന്നേ ഉള്ളൂ അവിടെ തന്നെ. മൂന്നാമത്തെ ഗ്രൂപ്പാണ് പുതിയ വീഞ്ഞ് മാത്രം കുടിക്കുന്ന ചെറുപ്പക്കാർ. അവർക്ക് പുതിയത് മതി, പഴയതിനെല്ലാം അവജ്ഞയാണ്. അത് ശരിയല്ല. കാരണം ദ എക്സ്പീരിയൻസ് ഓഫ് ദി ഓൾഡ്, ദ റെസിലിയൻസ് ഓഫ് ദി ഓൾഡ്, ദ ടെനാസിറ്റി ഓഫ് ദി ഓൾഡ്, ദ കൺസിസ്റ്റൻസി ഓഫ് ദി ഓൾഡ് ഈസ് നോട്ട് ദെയർ. അതായത് പഴയ ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചം, അവരുടെ ആ ദൃഢധൈര്യത, അവരുടെ ഉറപ്പ്, അവരുടെ അതായത് മാറ്റമില്ലാതെ കൺസിസ്റ്റൻ്റായിട്ട് ഒരേപോലെ കഷ്ടത്തിന് നടുക്ക് നിൽക്കുന്ന ആ സ്വഭാവം, അതൊന്നും പുതിയ തലമുറകൾക്കില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിവോഴ്സ് വരുന്നത്. അതുകൊണ്ട് അപ്പനും അമ്മയും മക്കളെ പോലെ ഇട്ടേച്ച് ഓടിക്കളയും. അമ്മയപ്പന്മാർ മക്കളെ ഇട്ടെറിഞ്ഞേച്ച് പോകുന്നു. എത്ര അനുഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുണ്ട്. കാരണം they cannot take it. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിക്കാനൊക്കുന്നില്ല, പഴയ തുരുത്തി പൊളിച്ചും കളയത്തില്ല, പുതിയ വീഞ്ഞ് മാത്രം വേണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം ബുദ്ധിയെടുക്കുന്നവർ. വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, പുതിയ വീഞ്ഞ് കുടിക്കുകയല്ല, പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവർ. രണ്ടിലും നന്മകളുണ്ട്, പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും. Those when you are young, you enjoy the life. You drink your own wine. Nobody will take it from you. You may drink the old and the new wine. അതായത് പഴയതും പുതിയതും ഒരുപോലെ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ. കന്യാമറിയാമ്മ മാതാവ് എന്നുവെച്ച് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു ഇവർക്ക് വീഞ്ഞ് തീർന്നു പോയി. പ്രായം ചെന്ന അമ്മയാണ്. അമ്മയ്ക്ക് അത്രയും പ്രായമില്ലെങ്കിൽ നമുക്ക് മുൻ തലമുറയിലോട്ട് നോക്കാം. നമ്മളായിരിക്കണം അടുത്ത തലമുറയുടെ ബലഹീനത കണ്ടു എന്നിട്ട് പറയണ്ട അതവിടെ പ്രശ്നമുണ്ട്, പരിഹരിക്കണം. അതിന് വില കൊടുത്താൽ ആ കുടുംബം നിലനിൽക്കും. തലമുറയോട് ഈ തലമുറകളോട് അനുസരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ചോ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ നേരമില്ലല്ലോ. അവരുടെ കയ്യിലൊരു മൊബൈലും കാണും, പിന്നെ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. ഇപ്പം വീട്ടിലിരുന്നാണല്ലോ എല്ലാവരും ജോലി ചെയ്യുന്നത്. അവരുടെ മക്കളെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും നോക്കണം, അതുകൊണ്ട് അവരെ കൂടെ നിർത്തുന്നു. അല്ലെങ്കിൽ അതും വേണ്ട, അവർ തന്നെത്താനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വയ്ക്കും. അത് തെറ്റാണ്, അത് നിലനിൽക്കത്തില്ല. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സത്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം അതായത് പുതിയ വീഞ്ഞ് കുടിക്കുക തന്നെയല്ല, പഴയതിൽ നിന്നുള്ള നന്മകൾ കണ്ട് അത് മനസ്സിലാക്കി അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. അപ്പം നമ്മൾ ഈ സഹായിക്കുന്ന ആളുകളെക്കുറിച്ച് നോക്കുമ്പോൾ സൈലൻറ്റ് ഹെൽപ്പേഴ്സ് ഉണ്ട്, ലൗഡ് ഹെൽപ്പേഴ്സ് ഉണ്ട്, സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് ഉണ്ട്. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പുറകിൽ കൂടെ ഒന്നും ആരും അറിയാതെ ചെയ്യുന്നവരുണ്ട്. അത് മനോഹരമായിട്ട് ചെയ്തു തീർക്കും. അപ്പം കന്യാമറിയാം അതായത് പുറകിൽ കൂടെ വന്ന് യേശുവിനോട് പറഞ്ഞു, പിന്നെ മണവാളിനും അറിഞ്ഞു പോലും ഇല്ല, പക്ഷേ പ്രശ്നം പരിഹരിച്ചു. അതൊരു വലിയ ഭാഗ്യം. അങ്ങനെയുള്ളവരുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 ഉറക്കെ പറഞ്ഞ് അവർക്ക് കാര്യമായിട്ട് എല്ലാവരുടെയും ഓപ്പണായിട്ട് പറഞ്ഞ് അത് പരിഹരിക്കാൻ കഴിവുള്ളവരുണ്ട്. അതാണ് യേശു ക്രിസ്തുവിന് മുമ്പിൽ നിന്ന് യേശു ഉറക്കെ പറഞ്ഞു, വെള്ളം ഒഴിച്ചോളം പറഞ്ഞു. വെള്ളം ഒഴിച്ച് യേശു അത് പരസ്യമായിട്ട് തന്നെ വീഞ്ഞാക്കി കൊടുത്തു. ഉടനെ അത് ലൗഡ്, ദാറ്റ് ഈസ് ഓപ്പൺ. സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് തക്ക സമയത്ത് നമ്മളെ സഹായിക്കാൻ ആവശ്യം. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. അടുത്തിടയിൽ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ്റെ ജോലി മറ്റുള്ളവരെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മനുഷ്യൻ, ഐ അപ്രീഷിയേറ്റ്. അത് പലരുടെ വീടുകളിൽ അദ്ദേഹം ചെന്നിട്ട് നിർബന്ധമായിട്ട് അവരെക്കുറിച്ച് ഇൻഷുറൻസ് എടുപ്പിക്കും, ഹെൽത്ത് ഇൻഷുറൻസ്. പലപ്പോഴും നമ്മൾ എടുക്കത്തില്ല, എന്തിനാണ്. പക്ഷേ ഇൻഷുറൻസ് എടുത്തിട്ട് പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ അന്നേരം പൈസ കയ്യിലില്ലെന്നും പറഞ്ഞ് വേദനിക്കേണ്ട. അതുകൊണ്ട് അവർക്ക് പ്രശ്നം വന്നപ്പം ആ ഇൻഷുറൻസ് പുറകിലുണ്ടായിരുന്നതിനാൽ അവർക്കത് സഹായം. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്. അപ്പോൾ എല്ലാം ആവശ്യമുണ്ട്. സൈലൻറ്റ് ഹെൽപ്പേഴ്സ്, പിന്നെ ലൗഡ് ഹെൽപ്പേഴ്സ്, സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്. ഇതെല്ലാം ഈ കാനാവിലെ കല്യാണത്തിൻ്റെ യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിൽ
പുതുവീഞ്ഞ് കൊടുക്കുമ്പം ഈ മർമ്മങ്ങളെല്ലാം ഇതിനകത്ത് ഒളിച്ചു കിടപ്പുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി, അതായത് ദൈവിക സ്വഭാവമുള്ളവരായി മാറണം. ചുമ്മാതെ കാറ്റത്തോടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവർ ഒരുറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. നമ്മൾ ജീവിതത്തിൽ കെയർഫുള്ളായിട്ട് ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ തലമുറകളിൽ ആ ഉറപ്പിൻ്റെ ആത്മാവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവർ വരണം. നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ സഹായിക്കുന്നവരായിരിക്കണം. ഇറ്റ് ഈസ് ടൈം ടു ഡ്രിങ്ക് ദ വൈൻ. അതായത് നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നിയോഗിച്ച ആത്മാവിൽ ഈ വീഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് നല്ലത് എന്ന് വിരുന്നുവാഴി പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ, അതായത് ജീവിതത്തിൻ്റെ കഷ്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് ഞാനിത് പരിഹരിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് കാലി ചവിട്ടി ഇറങ്ങി വന്ന് പുതിയ ജീവിതം നയിക്കുവാൻ നമ്മൾ ആഹ്വാനം ചെയ്യാം. ഏറ്റവും കൂടുതൽ ആഹ്വാനം ഇപ്പോൾ ആവശ്യമുള്ളത് പുതിയ തലമുറകൾക്കാണ്. പുതിയ വീഞ്ഞ് കുടിച്ചാൽ മാത്രം പോരാ, പുതിയതും പഴയതും ഒരുപോലെ അനുഭവിക്കുവാൻ ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വിരുന്നുവാഴി വീഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോൾ പഴയ വീഞ്ഞിലും നല്ലതാണ് പുതിയതെന്ന് പറഞ്ഞു. യേശു വരുമ്പോൾ പഴയ വീഞ്ഞിലും ഉന്നതമായ ജീവിതമാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ ജീവിതത്തിൽ നിന്നും എത്രയോ അനുഗ്രഹപ്രദമായിട്ടുള്ളത്, എത്രയോ കൃപയിൽ നിറച്ച് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിൽ നടത്താൻ നല്ലവനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അവനിൽ ജീവിപ്പാൻ പുതിയ തുരുത്തിയാക്കി, പുതിയ സൃഷ്ടിയായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, നിക്കോദിമസിനോട് പറഞ്ഞതുപോലെ നീ പുതിയ സൃഷ്ടിയാകണം. വചനം കേട്ടിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു പുതു സൃഷ്ടിയാകാൻ പരിശുദ്ധാത്മാവിൻ്റെ റൂഹ, കാറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ആ പരിശുദ്ധാത്മാവിൻ പുതിയ തുരുത്തിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്ത് ജീവിപ്പാൻ, നല്ലത് കണ്ടുപിടിച്ച് അത് തിരഞ്ഞെടുത്ത് അതിൽ വിശുദ്ധമായ ദൈവീക കൃപയിൽ നിന്നുകൊണ്ട് നൂറുമേനി ഫലമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞങ്ങളുടെ തലമുറകളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. വാഗ്ദത്തം ചെയ്ത് നീ ചെയ്തു തരണം. ദാവീദിൻ്റെ കാലത്ത് ശലോമോനെ രാജാവാക്കാൻ തൻ്റെ അമ്മ ബത്ശിബ ദാവീദിനോട് ചെന്ന് നീ അങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്തില്ലേ എന്ന് ഓർപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൽ പുതിയ ജീവിതം തരാമെന്ന് ക്രിസ്തുവിൽ ഒരു വാഗ്ദത്തമുള്ളത് ഞങ്ങളിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നു. അത് തന്നേ പറ്റൂ കർത്താവേ. അത് തരാനാണല്ലോ അവിടുന്ന് വന്ന്. ഞങ്ങൾ 2 കൈയും നീട്ടി ചോദിക്കുന്നു. അതിനത് തരുന്നതിന് നന്ദി, പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.